അതിലിപ്പോൾ വലിയ അത്ഭുതമൊന്നുമില്ല. എന്ത് വന്നാലും പിടിയിലാകുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. പിന്നെ 1-2 ദിവസം ഒരു ഷോ കാണിച്ച് നടക്കാൻ കഴിഞ്ഞു എന്ന് മാത്രം. ആർക്കും ഒളിവിലിരുന്ന് പോസ്റ്റ് ഇടാൻ തടസ്സമൊന്നുമില്ലല്ലോ. ഏതായാലും പിടിക്കുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു, പിടിക്കുകയും ചെയ്തു. അതിപ്പോൾ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശങ്ങളാണ് സാധാരണ ചീഫ് സെക്രട്ടറി സർക്കുലറായിട്ട് കൊടുക്കാറുള്ളത്. പക്ഷേ കേരളത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഞങ്ങൾ മുമ്പ് പാടിയിരുന്ന 2 ഖണ്ഡിക മാത്രമേ പാടൂ. സംസ്ഥാന സർക്കാരിൻ്റെ ഏത് പരിപാടിയിലും 2 ഖണ്ഡിക മാത്രമാണ് മുമ്പ് പാടിയിട്ടുള്ളത്. അത് മാത്രമേ ഞങ്ങൾ പാടൂ. അത് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം. കാരണം അതെ, ചീഫ് സെക്രട്ടറി ഞാൻ പറഞ്ഞല്ലോ, അധികം സെൻട്രലിൻ്റെ ചില കാര്യങ്ങളും നടപ്പാക്കാനുള്ളൊരു ബാധ്യത അദ്ദേഹത്തിനുണ്ട്. പക്ഷേ കേരളം അത് അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ സിസ്റ്റത്തിൽ തന്നെ ആ സിസ്റ്റവുമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഏത് പരിപാടിയിലും ഞങ്ങളുടെ പഴയ പ്രോട്ടോക്കോൾ തന്നെയാണ് ഞങ്ങൾ പാലിക്കുക. 2 ഖണ്ഡിക മാത്രമേ പാടൂ. സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ ഗവർണറുടെ സാന്നിധ്യത്തിലാണ്. ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെയായിരുന്നല്ലോ. എല്ലാ സംസ്ഥാനങ്ങളിലും ഗവർണർ പങ്കെടുക്കുന്നതിൽ സെൻട്രൽ ഗവൺമെൻറ് പ്രോട്ടോക്കോളാണ് പാലിക്കുന്നത്. പക്ഷേ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പരിപാടിയിലും കേന്ദ്രത്തിൻ്റെ പ്രോട്ടോക്കോളല്ല, ഞങ്ങളുടെ പ്രോട്ടോക്കോളാണ് ഞങ്ങൾ പാലിക്കുന്നത്. ഇല്ല, അതൊക്കെ നേരെയാക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അതിന് കാര്യമായിട്ടുള്ള കുഴപ്പമൊന്നുമില്ല. ചില കാര്യങ്ങളിൽ മാത്രം അത് പുതിയ മിഷൻ അവിടെ കൊണ്ട് സ്ഥാപിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. മിഷൻ CSR ഫണ്ട് ഉപയോഗിച്ച് മിഷൻ വാങ്ങും. അത് ഏതാണ്ട് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. ഇല്ല, അവിടെ പുതിയതായിട്ട് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ സർക്കാർ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ തന്നെ ഉണ്ട്. ഞങ്ങളതിൽ ബെഡും വെക്കണം, സ്റ്റാഫിനെ വെക്കണം. ആ ജോലി ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 മാസം കൊണ്ട് ഔദ്യോഗികമായിട്ട് രോഗികൾക്ക് തുറന്നു കൊടുക്കും.